Hi everyone, welcome back to another vlog. It's me Agra here and Vishakhinte kude. Appo nammalde wedding series inde chapter 11th aaninnu. Appo innathe vlog nu parnu kennal ella divasam parayana pole thanne idu Kottayam reception inde exclusive video aanu. Appo Kottayam reception ne patti parayanchennenge oh my god. First ende parayenda karyam nammalku sadharana ipo nammude Thrissur bhagathokke ketto ഞാൻ കണ്ടിട്ടുള്ളത് നമ്മള് കല്യാണം കെട്ട് നടന്ന് അന്ന് പിന്നെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ പോയി ബാക്കിയുള്ള ഫംഗ്ഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പയ്യന്റെ വീട്ടിൽ പോണു. അവിടെ പോയിട്ട് വിളക്ക് കൊളുത്തി ഉള്ളിൽ പോകുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ റിസപ്ഷൻ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പയ്യനും അതുപോലെ എല്ലാ പെൺകുട്ടിയുടെ ഫാമിലിയൊക്കെ കൂടിയിട്ട് തിരിച്ച് അവരുടെ വീട്ടിലേക്ക് പോകണം. അങ്ങനെ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും പയ്യന്റെ വീട്ടിലേക്ക് പോകുന്നതാണ്. അങ്ങനെയുള്ള ഒരു ചടങ്ങാണ് ഉണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് ആക്ച്വലി ഉൾട്ടായിരുന്നു. കാരണം നമ്മളുടെ തൃശ്ശൂർ ടു കോട്ടയം എത്ര 4 മണിക്കൂറുണ്ട്. അപ്പൊ അതിന് കൂടുതലുണ്ടാവും. അപ്പൊ എന്തായാലും നമുക്ക് ഒരു ദിവസം തന്നെ കല്യാണവും താലികെട്ടിന്റെ സംഭവങ്ങളും റിസപ്ഷനും വെക്കാൻ പറ്റില്ല എന്നുള്ളത് ഉറപ്പായിരുന്നു. ഇമ്പോസിബിൾ ആണ്. സോ പിന്നെ ധൃതി പിടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഭയങ്കര ഡെറ്റായതാണ്. കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞല്ലോ ആകെ ഇതായിരുന്നു. അപ്പൊ എന്തായാലും നമ്മളുടെ തൃശ്ശൂരിന്ന് നമ്മളെല്ലാരും കൂടി അന്ന് നിങ്ങൾ കഴിഞ്ഞ വ്ളോഗിൽ കണ്ട പോലെ ഞങ്ങള് കോട്ടയത്തെത്തി. ഞാൻ പറഞ്ഞല്ലോ ഞങ്ങള് അന്ന് സ്റ്റേ ഉണ്ടായിരുന്നത് നമ്മുടെ വിശാഖാര്യം ചെയ്ത ഹൗസ് ബോട്ടിലായിരുന്നു, കുമരകത്തായിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ കാലത്ത് അവിടെ നിന്ന് തിരിച്ച് കോട്ടയത്ത് വീട്ടിലെത്തി. അന്ന് വൈകുന്നേരം ഈവനിങ് തൊട്ടാണ് നമ്മളുടെ കോട്ടയം റിസപ്ഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് അവിടുത്തെ കടുത്തുരുത്തി ഓഡിറ്റോറിയം എന്തായിരുന്നു, ഗൗരീശങ്കർ ഓഡിറ്റോറിയം ആയിരുന്നു. അപ്പൊ അത് അമ്പലത്തിന്റെ അടുത്തല്ലേ, കടുത്തുരുത്തി അമ്പലത്തിന്റെ അടുത്തായിട്ട് തളിയിൽ മഹാദേവ ക്ഷേത്രത്തിന്റെ തൊട്ട് സൈഡിലായിട്ട് തന്നെയുള്ളൂ. അത് ശരിക്കും പറഞ്ഞ എന്റെ ഒരു കൂട്ടുകാരന്റെ അങ്കിളോ മറ്റാണ് അത് ഓൺ ചെയ്യുന്നത്. അപ്പം അത് ബുക്ക് ചെയ്തു ഒരു നൈറ്റിൽ വേണ്ടിട്ട്. അങ്ങനെ നല്ല ഓഡിറ്റോറിയം ആണ്. നമ്മുടെ അടുത്തുള്ളതിൽ വെച്ച് വലിയ കുഴപ്പമില്ലാത്തൊരു ഓഡിറ്റോറിയം അത് തന്നെയാണ്. വേറെ പിന്നെ അതൊന്ന് അവൈലബിൾ ആയിരുന്നു. നമുക്ക് അധികം ടെൻഷൻ അടിക്കാതെ തന്നെ ഓഡിറ്റോറിയം കിട്ടി. നല്ല ഓഡിറ്റോറിയം ആണ്. തൊട്ടപ്പുറത്ത് അമ്പലമുണ്ട്, മറ്റേ ഗോപുരമൊക്കെ ഉള്ളത്. അപ്പൊ അങ്ങനെ നല്ല സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു, പാർക്കിംഗ് സംഭവങ്ങളൊക്കെ. അപ്പൊ അന്നത്തെ ദിവസത്തിനുള്ള കോട്ടയം റിസപ്ഷന്റെ ഇപ്പൊ ആദ്യം തൊട്ട് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോട്ടയം റിസപ്ഷന് വേണ്ടിയിട്ടുള്ള ഒരു തീം നമ്മളുടെ ഒരു ഉണ്ടായിരുന്നത്. ഇപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കല്യാണത്തിന് കംപ്ലീറ്റ്ലി ട്രഡീഷണൽ നമ്മള് സാരി കുർത്ത അങ്ങനെയുള്ള സംഭവമായിരുന്നു. നമ്മളുടെ കോട്ടയം റിസപ്ഷൻ ഇപ്പോ മോഡേൺ അല്ല, വി വാണ്ടഡ് ഇറ്റ് ടു ബി ഒരു ബോളിവുഡ്, ഒരു നോർത്ത് ഇന്ത്യൻ തീം അല്ലേ. അപ്പൊ അങ്ങനെ ഒരു തീമിനോട് ചേർന്നിട്ട് തന്നെയായിരുന്നു നമ്മളുടെ അറ്റയറും. അപ്പൊ എന്റെ ഡ്രസ്സ് എടുത്തത് ലെഹങ്ക, അത് ദുബായിൽ തന്നെ എടുത്തത് മനീഷ് മൽഹോത്ര ഡിസൈൻ ആയിരുന്നു കേട്ടോ. അത് വലിയൊരു ആഗ്രഹം, ഒരു ഡ്രീം കം ട്രൂ ആയിരുന്നു. അത് ഇങ്ങനെ ലെഹങ്ക ഒക്കെ നോക്കാൻ പോയപ്പോ ആകെ ഒരു ബ്രൈഡൽ ആ ഒരു എന്താ പറയാ ഭയങ്കര ഒരു ഓൾഡ് ആയിട്ട് നിന്നപ്പോ നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിച്ചത് നന്നായി. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് ചെയ്യണമെങ്കിൽ കിട്ടും, പക്ഷേ അതാണ് അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പൊ എന്റെ കേസിലാണ് തന്നെ ഞാൻ ഡ്രസ് എടുക്കാനായിട്ട് കോട്ടയത്ത് പോകാത്തൊരു കടയില്ല. 3-4 റൗണ്ട് പല കടകളിലും പല സമയത്തായിട്ട് പോയി കഴിഞ്ഞിട്ടാണ് നമുക്ക് ഏറ്റവും അവസാനം എന്നിട്ട് ഷെർവാണി കിട്ടിയത്. അതും എന്ത് പാടുപെട്ടാണ്, കുറെ ദിവസങ്ങൾ സ്പെൻഡ് ചെയ്തു. അത് നമ്മുടെ എന്റെ മാച്ച് ആയിട്ട് വേണം അല്ലെ. അപ്പൊ അത് നോക്കി, കാരണം കുറച്ച് വർക്ക് കൂടുതലുള്ള വേണം, പ്ലെയിൻ ആവാൻ പറ്റില്ല. ഇപ്പൊ നമ്മളുടെ എൻഗേജ്മെന്റിനും കുർത്തിയായിരുന്നു വിശാഖ കിട്ടിയിരുന്ന വെച്ചാലും അത് ഭയങ്കര ഓവർ ഹെവി ആയിട്ടുള്ളതായിരുന്നില്ല, ഒരു പ്ലെയിൻ കുർത്ത അല്ലെ കളറിലായിരുന്നു നമ്മള് കോർഡിനേറ്റ് ചെയ്തത്. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി ആവണം. കാരണം എന്റെ ശരിക്കും ഒരു 10-15 കിലോ, ഞാൻ എക്സാജറേറ്റ് ചെയ്യില്ല കേട്ടോ, 15 കിലോ വെയിറ്റ് ഉള്ള ഒരു ലെഹങ്ക ഞാൻ അന്നിട്ടുണ്ടായിരുന്നത്. അത് ഈ പറഞ്ഞ പോലെ എനിക്ക് ആക്ച്വലി ലെഹങ്ക റെഡ് ആവണമെന്നുണ്ടായിരുന്നു, ലൈക് കല്യാണത്തിന്റെ റെഡ് തന്നെ വേണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സാരി ആക്ച്വലി റാണി പിങ്കിലേക്ക് പോയത്, റെഡ് എടുക്കാതെ, കോമൺ റെഡ് എടുക്കാതെ റാണി പിങ്ക് എടുത്തത്.
പക്ഷെ ഈ ലെഹങ്ക റെഡ് തന്നെ ആവണമെന്നുണ്ടായിരുന്നു. അപ്പൊ റെഡ് തന്നെ അത് മനസ്സിൽ വിചാരിച്ച ആ ഡിസൈനും അതൊക്കെ അതുപോലെ തന്നെ കിട്ടി. നമ്മൾ ശരിക്കും ഒരു കല്യാണത്തിന്റെ ആ ഒരു ഇങ്ങനെ നമ്മള് പയ്യൻ കൈ പിടിച്ച് പോകുന്നില്ലേ, അതൊക്കെ ഉണ്ടായിരുന്നു ആ മനീഷ് മൽഹോത്ര ആ ഡിസൈനിലാണ്. ഭയങ്കര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അത് ആക്ച്വലി അതിന്റെ ഒരു കഥയുണ്ട്. ഞങ്ങൾ ഈ 10-15 കിലോ ഉള്ള സംഭവം നമുക്ക് അവിടെ നിന്ന് കൊണ്ടുവരണമെങ്കിൽ ഇത്ര വെയിറ്റ് അല്ലേ. അപ്പൊ ആദ്യം ഞാനും അച്ഛനും അമ്മയും ദുബായിന്ന് ഓൾറെഡി നാട്ടിൽ വന്നില്ല. അത് കഴിഞ്ഞിട്ട് അനീഷേട്ടൻ വന്നേ. അപ്പൊ അനീഷേട്ടനെ കൊണ്ടാണ് ആ പെട്ടി കൊണ്ടുവച്ചത്. കാരണം നമുക്ക് ഓൾറെഡി കുറെ വെയിറ്റ് കൊണ്ടുവരാനുണ്ടായിരുന്നു. അപ്പൊ അനീഷേട്ടൻ വരുന്ന വരെ എനിക്ക് ആദ്യമായിരുന്നു. കാരണം റിസപ്ഷൻ ഇടാനുള്ള ഡ്രസ് അനീഷേട്ടൻ വന്ന് പെട്ടി തന്നാലാണ് കോട്ടയത്തെ റിസപ്ഷൻ ഇടാനുള്ള നമ്മൾ കോസ്റ്റ്യൂംസ്. അപ്പൊ അനീഷേട്ടനായിരുന്നു അത് കൊണ്ടുവന്നേട്ടോ. അപ്പൊ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ആ ഡ്രസ്സിനോട് കൂടെ തന്നെ ഷാലിന്റെയും ആ ഒരു എന്താ പറയാ ഷോവാണി നോക്കി കൊറേ ഫോട്ടോസും എനിക്ക് വാട്സാപ്പിലാണല്ലോ നമ്മള് ഇത് അയച്ചു തരുന്നത്. അങ്ങനെ അവസാനം നമ്മൾ അത് കിട്ടി. ഒരു നല്ല ഭാഗ്യത്തിലെ സംഭവം കിട്ടി. പിന്നെ ഇപ്പൊ അമ്മയും അച്ഛനൊക്കെ അങ്ങനെയുള്ള നമ്മളൊരു എന്താ പറയാ ഒരു ഗോൾഡൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു എന്താ പറയാ കളർ ഷെയ്ഡിലേക്കാണ് പോയത്. ഒരു നോർത്ത് ഇന്ത്യൻ ഒരു തീമിൽ അച്ഛനും കുർത്തയും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അപ്പൊ അതായിരുന്നു നമ്മളുടെ അറ്റയറിന്റെ കാര്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പൊ ഞാൻ ഓർണമെന്റ്സും ദുബായിൽ തന്നെയാണ്. എനിക്ക് ശരിക്കും അതിനോട് കൂടിയിട്ട് ഈ കുന്തൻ ജ്വല്ലറിയാണ് വേണ്ടിയിരുന്നത്. കാരണം ആ ഒരു അറ്റയർ എങ്ങനെ നമ്മള് ആ ഒരു ലുക്ക് വിചാരിച്ചിരുന്ന ഒരു നോർത്ത് ഇന്ത്യൻ ബ്രൈഡ് പോലെയാണ്. ആക്ച്വലി റിമെമ്പർ നമ്മുടെ വിഷയന്റെ കസിൻ കുക്കു അല്ലേ പറഞ്ഞ് അവരുടെ നമ്മുടെ ഫോട്ടോസ് ഒക്കെ കണ്ടിട്ട് അവരുടെ ഫ്രണ്ട്സ് ഒക്കെ ചോദിച്ചത് പിന്നെ ചോദിച്ച് നോർത്ത് ഇന്ത്യൻസ് ആണോ കുട്ടി ഗുജറാത്തിൽ നിന്നാണോ എന്നൊക്കെ. അപ്പൊ നമ്മൾക്ക് ആക്ച്വലി എനിക്ക് ഭയങ്കര സന്തോഷമായി. ലൈക്ക് ആ ലുക്ക് നമ്മൾ പ്രതീക്ഷിച്ച ഒരു എക്സ്പെക്ടേഷനിൽ തന്നെ വന്നു അല്ലേ. അതിന് ആക്ച്വലി താങ്ക് യു പറയേണ്ടത് നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റിനാണ്. ടോണി അല്ലേ. ടോണി വന്നിട്ട് സത്യം പറഞ്ഞാൽ നല്ലപോലെ കാര്യങ്ങൾ ചെയ്തു. അവൻ ഡ്രസ്സിന് ചേർന്ന രീതിയിൽ തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റ് പറഞ്ഞ സമയത്ത് വന്നു. ഭയങ്കര പങ്ക്ച്വലായിരുന്നു. നമ്മള് നമ്മുടെ ഡിമാൻഡുകളൊക്കെ കേട്ടു. എനിക്ക് അറിയത്തില്ല സാധാരണ ആൾക്കാരെല്ലാം ചെയ്യുന്ന ടോണി ഇൻക്രെഡിബിൾ ആയിരുന്നു. ടോണീനെ നമ്മൾ അങ്ങനെ നോക്കിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ ബോളിവുഡ് ഈ ഒരു തീം ഈ ഒരു അറ്റയറിന്റെ ആക്കിയപ്പോ എനിക്ക് മനസ്സിലൊരു പിക്ചർ ഉണ്ടായിരുന്നു. ഇങ്ങനെ നമ്മള് ഒരു ആ ഒരു നോർത്ത് ഇന്ത്യൻ ബ്രൈഡിന്റെ ഒരു ലുക്ക് വേണം. അങ്ങനെ നോക്കിയപ്പോ ഇൻസ്റ്റയില് ടോണിയുടെ പേജിൽ ഇങ്ങനെ ടോണി ചെയ്തൊരു മേക്കപ്പ് ഒരു ഫോട്ടോ കണ്ടു ഒരു ബ്രൈഡിന്റെ. അത് കണ്ടിട്ടാണ് ഞാൻ വിശാഖിന്റെ അടുത്ത് പറഞ്ഞത് എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പൊ വിശാഖിനെ ഇഷ്ടപ്പെട്ടാണ്. വിശാഖാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ടോണിയായിട്ട് വരുന്നത്. ടോണീനെ വിശാഖാണ് അതിനെ ഏൽപ്പിച്ച് നമ്മളുടെ സ്ഥലവും ലൊക്കേഷനും അങ്ങനെ എല്ലാതൊക്കെ പറഞ്ഞു. അങ്ങനെ ടോണി വന്നു. അസിസ്റ്റൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര പങ്ക്ച്വൽ ആയിരുന്നു. കറക്റ്റ് ടൈമിന് വന്നു. അപ്പൊ ഓൾറെഡി നമ്മളോട് മുന്നേ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ ഫോട്ടോ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ആളിങ്ങനെ എന്താ പറയാ നമ്മളുടെ സ്കിൻ ടോണിന് ആണ് എങ്ങനെയാണ് മേക്കപ്പ് ആ സംഭവങ്ങളെല്ലാം കൊണ്ടുവരണല്ലോ. അതേപോലെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അതിന്റെയൊക്കെ ഫോട്ടോ ഒക്കെ മുന്നേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടാവും. സജിതൻ സുജിത്തിന് അവിടെ പോയപ്പോ ആക്ച്വലി നമുക്കൊരു ട്രയൽ മേക്കപ്പ് ഉണ്ടായിരുന്നു. അപ്പോ കല്യാണത്തിന് എങ്ങനെയാണെന്നുള്ളതിന്റെ ഒരു ഏകദേശം ഒരു രൂപമൊക്കെ കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയണ്ടായിരുന്നില്ല എങ്ങനെയായിരിക്കുന്നത്. പക്ഷെ ആള് ലൈക്ക് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഭയങ്കര സാറ്റിസ്ഫൈഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ട് ഐ എക്സ്പെക്ടഡ് അതുപോലെ തന്നെയായിരുന്നു വന്നത്. അല്ലെ നല്ല മേക്കപ്പ് ആയിരുന്നു. ആൻഡ് കറക്റ്റ് ടൈമിന് കഴിഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. മുടിയും അതൊക്കെ സെറ്റ് ചെയ്ത് നല്ലതാക്കിയിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മുടെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. വിശാലിനും ഡ്രസ്സൊക്കെ ചെയ്ത് പിന്നെ നമ്മളുടെ ഫോട്ടോഗ്രാഫി വെഡിങ് ഡ്രസ്സുകാർ തന്നെ. അപ്പൊ തലേദിവസം നമ്മള് കല്യാണം കഴിഞ്ഞിട്ട് അവരും നമ്മുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ വീട്ടില്, കോട്ടയത്തെ വീട്ടില് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടിട്ട്. എന്നിട്ട് അവരവിടെ നമ്മള് അവർക്ക് അക്കോമഡേഷൻ ക്ലീൻ ചെയ്യണമൊക്കെ അവരൊക്കെ ആയാ. അപ്പൊ പിറ്റേ ദിവസം കാരണം വീണ്ടും അവിടെ നിന്ന് അവര് രാത്രി നമ്മളുടെ തലേദിവസം അവർ അങ്ങോട്ട് പോയി പിറ്റേ ദിവസം വീണ്ടും ഇങ്ങോട്ട് വരെ ബുദ്ധിമുട്ടില്ല. അപ്പൊ അവർക്കുള്ള സ്റ്റേ അവിടെ ആ 2 ദിവസത്തേക്കുള്ളത് അവിടെ നമ്മൾ കോട്ടയത്ത് ഏൽപ്പിച്ചിരുന്നത്. അപ്പൊ അവരവിടെ സ്റ്റേ ചെയ്തു. ആ ക്രൂ ഉണ്ടായിരുന്നു. അങ്ങനെ അവര് നമ്മുടെ മേക്കപ്പ് ഒക്കെ ആ സമയത്ത് വന്നു. അങ്ങനെ ഫോട്ടോസ് ഒക്കെ എടുത്തു. അപ്പോഴേക്കും നമ്മളുടെ ഗസ്റ്റുകളൊക്കെ ഹാളില് ഓഡിറ്റോറിയത്തിൽ എത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് പള്ളിപ്പുറത്ത് നിന്ന് നമ്മുടെ തൃശ്ശൂരിന്ന് 2 കോച്ച് ബസ്സാണ് മുഴുവൻ ആൾക്കാരുണ്ടായിരുന്നത്. അപ്പൊ അവരൊക്കെ ആക്ച്വലി ഞാനൊരു സംഭവം മിസ് ചെയ്തെന്താണെന്നറിയോ, അവരെല്ലാരും നല്ലോണം അടിച്ചു പൊളിച്ചു. വരുമ്പോഴും പോകുമ്പോഴും ലൈക്ക് ഫുൾ ഓൺ മ്യൂസിക്കും പിന്നെ അവിടെ
നമ്മളുടെ ഫ്രണ്ട്സ് ഒക്കെ അവര് ഫാമിലി ഫ്രണ്ട്സിലൊക്കെ കുട്ടികളൊക്കെ പാട്ട് പാടുന്നവരും പിന്നെ കസിൻസും ഇവരൊക്കെ കൂടെ പാട്ട് ഡാൻസ് പിന്നെ മറ്റേ ഈ കോച്ച് ബസ്സിൽ മറ്റേ ലൈറ്റ്സ് ഒക്കെ ഉണ്ടാവില്ലേ അതൊക്കെ സെയിം ആയിരുന്നു നമ്മുടെ അവിടെ. നമ്മുടെ കസിൻസ് എല്ലാം അവിടെ കിടന്ന് മേളമായിരുന്നു. തൃശ്ശൂർക്ക് വരുമ്പോഴും പോകുമ്പോഴും പിന്നെ നമ്മുടെ റിസപ്ഷന്റെ സമയത്തും മറ്റേ വാട്ടർ ഡ്രമ്മിന്റെ ആളും പിന്നെ വാട്ടർ ഡ്രം. ഓ മൈ ഗോഡ്, ദാറ്റ് വാസ് സോ നൈസ്. അത് ഓക്കെ. ഇനിയിപ്പോ നമ്മള് അറ്റയർ പറഞ്ഞു, മേക്കപ്പിന്റെ കാര്യം പറഞ്ഞു, ഡ്രസ്സൊക്കെ വാങ്ങി. ഇനിയിപ്പോ കമ്മിങ് ടു എന്താ പറയാ ഇവന്റ് മാനേജ്മെന്റ്, അത് മജന്ത അല്ലേ? മജന്ത കടുത്തുരുത്തിയില്. എന്റെ ഐഡിയ അല്ല കേട്ടോ അത്. സത്യം പറഞ്ഞാൽ എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് നാട്ടിലുള്ള മിഥുൻ എന്റെ കൂടെ +2 പഠിച്ചാണ്. അപ്പൊ പുള്ളിയായിട്ട് ഞാൻ കുറെ ബ്രെയിൻ സ്റ്റോം ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു, ആരെ ഏൽപ്പിക്കണം എന്ത് ചെയ്യണം എന്നുള്ള കാര്യമില്ല. പിന്നെ മിഥുന്റെ അടുത്ത് സംസാരിച്ചപ്പോഴാണ് മിഥുൻ ഈ മജന്തയുടെ കാര്യം പറയുന്നത്. സത്യം പറഞ്ഞാൽ അവര് എനിക്ക് ഞാൻ +2 പഠിക്കുമ്പോഴത്തേക്ക് അവര് ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ ജൂനിയേഴ്സ് ആയിട്ട് ഉണ്ടായിരുന്നതാണ്. ഇതിനുമായിട്ട് നല്ല കമ്പനിയാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ഇതിൽ ആരുടെയൊക്കെ, പക്ഷെ പേഴ്സണലായിട്ട് വലിയ അറിയത്തില്ല. അരുൺ വേറെ 2 പേരുടെ ഉണ്ട്. അവരുടെ പേര് ഞാൻ മറന്നുപോയി. അരുണായിരുന്നു മെയിനായിട്ട് മുമ്പ് നമ്മളോട് സംസാരിച്ച ആള്. അപ്പം അവരോട് ഇങ്ങനെ പറഞ്ഞ അവർക്ക് ഒരു സജഷൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഈ നമ്മളെ തീം ഇങ്ങനെ വേണമെന്ന് പറഞ്ഞപ്പോ പിന്നെ അവര് പിന്നെ അവരെല്ലാം ലീവ് ആയിരുന്നു. പിന്നെ മിഥുനും അവരോട് കൂടി ബാക്കി കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തു. എന്തായാലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസിഷൻ എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ എന്റെ തൊട്ട് കാര്യങ്ങൾ പറയുള്ളായിരുന്നു. പറയേണ്ട കാര്യമില്ലല്ലോ, ബാക്കി എല്ലാവരും തമ്മിൽ ഡീൽ ചെയ്താൽ മതിയല്ലോ. പിന്നെ ഫുഡിന്റെ കാര്യം ചോദിച്ചായിരുന്നു. ഫുഡിന്റെ കാര്യം നല്ലതാണോ എന്ന് അവന്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുഡ് പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പൊ അത് ലാസ്റ്റ് പറയും. പിന്നെ നമുക്ക് ഒരു 1200 അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മള് മൊത്തം പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ 300 പേര് എക്സ്ട്രാ വന്നു. അവിടുന്ന് ഒന്നും വിളിച്ചില്ല. 300 പേര് മിനിമം എക്സ്ട്രാ വന്നിട്ടുണ്ടെന്നാണ് നമ്മുടെ മറ്റന്തക്കാരൻ പറഞ്ഞത്, ഇവന്റ് മാനേജ്മെന്റുകാരൻ പറഞ്ഞത്. പിന്നെ അതിനകത്ത് കളറ് കൊടുക്കാനായിട്ടില്ല, മറ്റേ ഫ്രൂട്ട് കാർവിംഗ് ഉണ്ടായിരുന്നു, വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് കാർവിംഗ്. ഒരു നല്ല കൊറേ മോഡൽസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ കാണുന്ന ഫോട്ടോയില് പോലെ കൊറേ നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിട്ട്. അതും പിന്നെ ഓഡിറ്റോറിയത്തിനകത്ത് മാക്സിമം ഡെക്കറേഷൻ വെക്കാൻ പറഞ്ഞു, ഓഡിറ്റോറിയത്തിന്റെ പുറത്ത് ഡെക്കറേഷൻ വെക്കാൻ പറഞ്ഞു. ആൾക്കാർക്ക് ആക്ച്വലി അതൊക്കെ നല്ല, ഇപ്പൊ ഫ്രൂട്ട് കാർവിംഗ് ഒക്കെ പറയുന്ന പോലെ അതിൽ നിന്ന് ഫ്രൂട്ട്സ് എടുത്ത് കഴിക്കാൻ, അപ്പൊ അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അല്ലേ. പിന്നെ കയറി ചെല്ലുമ്പോഴേ ബാക്കിയുള്ള സ്റ്റാർട്ടേഴ്സ് ഒക്കെ കൊടുക്കാൻ പറ്റും. ജ്യൂസ് ആണെങ്കിലും പിന്നെ സ്പെഷ്യൽ ടീ തന്തൂരി ടീ. ഓ മൈ ഗോഡ്, തന്തൂരി ചായ നമ്മൾ അവസാനം കുടിച്ചു. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായിരുന്നു. കാരണം തന്തൂരി ചായ എന്നൊക്കെ പറയുന്നത് നമ്മൾ അങ്ങനെ വളരെ കോമൺ ആയിട്ട് എല്ലാവർക്കും കഴിക്കണല്ലോ. അൺലെസ് ആൻഡ് അൺടിൽ യു ഗോ സംവെയർ ഔട്ട്, അല്ലെങ്കിൽ ഒരു അബ്രോഡ് പോയിട്ടുള്ളവരോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ പോയിട്ടുള്ളവരോ ഒക്കെ കഴിക്കുന്ന, അല്ലെങ്കിൽ ഒരു ചില റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. ഉണ്ട്, സാധനമുണ്ട്. പക്ഷെ സ്പെഷ്യൽ സ്ഥലങ്ങളിലൊക്കെ ഞാൻ 2011 പോയത്. അന്നേരം രാജസ്ഥാനി എന്തോ ചായ പറഞ്ഞിട്ടില്ലേ? രാജസ്ഥാനിലാണ്. പക്ഷെ രാജസ്ഥാനിലുള്ളത് മസാല ടീ ആണ്. എനിക്കറിയത്തില്ല. ഇതെന്തായാലും ഒരു സ്പെഷ്യൽ സംഭവമായിരുന്നു. അത് ഒരു ലേഡി ഇരുന്ന് ചെയ്യുന്നായിരുന്നു അല്ലെ. ലൈക്ക് ആ തന്തൂരി ഇങ്ങനെ ഭയങ്കര ഒരു ഇവന്റെ ഗ്ലാസ് അല്ല, ഒരു വേറെ തരം പോട്ടായിരുന്നു, ക്ലേ പോട്ടായിരുന്നു. അതാണ് തന്തൂരിയില്. സോ ഇറ്റ് വാസ് റിയലി നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല സാധനമായിരുന്നു, വെറൈറ്റി ആയിരുന്നു, സ്മെല്ല് അടിപൊളിയായിരുന്നു. ആ ഒരു ഏരിയ, ആ ചായന്റെ ഏരിയ ഭയങ്കര രസമായിരുന്നു കേട്ടോ. അപ്പൊ ആ ഒരു ഫുഡൊക്കെ ഭയങ്കര നല്ല രസമായിരുന്നു. ഈവൻ ദോ ഞങ്ങൾക്ക് ആക്ച്വലി ഇതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ കല്യാണത്തിനും പറഞ്ഞത്, അതായത് ത്രൂ ഔട്ട് ഈ ഹോൾ സംഭവം ഫുഡ് എല്ലാം അടിപൊളിയായിരുന്നു. ലൈക്ക് ഇപ്പൊ കല്യാണത്തിന് എല്ലാത്തിലും നമ്മൾ made sure that it was all good and tasty, and he made sure that ഈ റിസപ്ഷനിലേക്ക് ഇതൊക്കെ. പക്ഷെ എനിക്കൊന്നും ശരിക്കും ഇങ്ങനെ മനസ്സറിഞ്ഞ് കഴിക്കാൻ പറ്റില്ല. അതൊരു എനിക്കൊരു ഭയങ്കര ഒരു സങ്കടമുണ്ട്. പക്ഷെ എല്ലാവരും നമ്മുടെ കല്യാണത്തിന് കഴിക്കാൻ പറ്റില്ല, ശരിയാ. പക്ഷെ എല്ലാവരും വന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റി, അതൊരു സന്തോഷം. ഒരാൾക്കും ഉണ്ടായിരുന്നില്ല. എവ്രി വൺ വാസ് സോ ഹാപ്പി ആൻഡ് ഭയങ്കര അഭിപ്രായമായിരുന്നു. എല്ലാവരും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് പറഞ്ഞത്. പിന്നെ നമ്മുടെ ഡാൻസേഴ്സിന്റെ കാര്യം പറയാം. ഹാളും ഇപ്പൊ ഐ മീൻ ഓഡിറ്റോറിയം ഇത് പറഞ്ഞല്ലോ. നമ്മള് ഓഡിറ്റോറിയത്തിൽ നമ്മളുടെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും എല്ലാവർക്കും ഒരു ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇറ്റ് വാസ് ഡിജിറ്റൽ സ്റ്റേജ് അല്ലേ. ബാക്ക്ഗ്രൗണ്ടില് അവരേതാണ്ട് ടെക്നിക്കൽ ടൈം പറയും അതിന്.
മറ്റേ LED സ്ക്രീനോ LED സ്ക്രീനിങ് ആയിരുന്നു. അതായത് ഡിജിറ്റൽ ഒരു LED ഇതായിരുന്നു. കാരണം മുണ്ടിൻ ഡെക്കറേഷൻ അല്ല നമ്മൾ ചെയ്തത്, മൊത്തം സ്ക്രീൻ LED. അതിലിങ്ങനെ പല പല ഫോട്ടോസ് അല്ലെങ്കിൽ തീം വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഒരു വലിയൊരു ദർബാർ, ഒരു അങ്ങനെ ഒരു റോയൽ ഇത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സ്നോ, അങ്ങനെ പല പല തീമുകൾ മാറി മാറിക്കൊണ്ടിരുന്നു. അത് സത്യം പറഞ്ഞാൽ നല്ല രസമായിരുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ ഇതുപോലുള്ള നല്ല സീൻ ബാക്ക്ഡ്രോപ്പ് ആയിട്ട് ഇരിക്കുന്നു. എപ്പോഴും ബാക്ക്ഡ്രോപ്പ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. സോ ഡിപ്പെൻഡിങ് ഓൺ അപ്പൊ ഓരോ സമയത്ത് നമ്മളിരിക്കുമ്പോ നമുക്ക് പിന്നിൽ നമ്മൾ വേറൊരു സ്ഥലത്ത് ഇരിക്കുന്ന പോലെ അല്ലേ? തന്നെയല്ല, ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്ന ആൾക്കാർക്കും കാണാൻ നല്ല സ്റ്റൈലായിരുന്നു പറഞ്ഞു. എന്റെ അടുത്ത് ഒരാൾ പറഞ്ഞത് ബാക്ക്ഗ്രൗണ്ടില് നല്ല സീൻ, നമ്മൾ രണ്ടുപേരും നല്ല ചെയറിൽ ഇരിക്കുന്നു, ഫ്രണ്ടില് നമ്മളെ മറ്റേ ഡാൻസേഴ്സ് മറ്റേ സൂഫി ഡാൻസ് ഉണ്ടായിരുന്നു. യെസ്, സൂഫി ഉണ്ടായിരുന്നു കേട്ടോ. ഓ, അത് പറയുമ്പോ നമ്മള് വന്ന ഉള്ളിലേക്ക് കയറിയ കാര്യം പറഞ്ഞില്ല. സോ നമ്മൾ ആക്ച്വലി കൊറേ മുമ്പിലേക്ക് പോയി എൻട്രി അത് പറയണേക്കാട്ടും മെയിൻ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നതിൽ ഞങ്ങൾ കുറച്ച് എന്താ പറയാ വലുതായിട്ട് മുന്നോട്ട് പോയിട്ടോ. സോ ആക്ച്വലി സ്പീക്കിംഗ് നമ്മള് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി എന്ന് പറഞ്ഞില്ല. ഫോട്ടോഗ്രാഫി അവിടെ കുറച്ച് വീടിന്റെ പുറത്തൊക്കെ നമ്മൾ ഫോട്ടോസ് ഒക്കെ എടുത്തു. ആ ഫോട്ടോസ് ഒക്കെയാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മള് അവിടെ നിന്നുള്ള ഈ ഫോട്ടോസ് ഒക്കെ എടുത്ത് നമ്മള് കോണ്ടസ കാറായിരുന്നു കേട്ടോ. ദാറ്റ് വാസ് ഭയങ്കര വിന്റേജ് കാറായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് സോ നൈസ്. ഞാൻ കോണ്ടസിൽ ഇരുന്നിട്ട് കൊള്ളാലോ, കോണ്ടസ കാർ സ്പെഷ്യലി പറഞ്ഞ് ചെയ്തതാണ്. എനിക്ക് വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നു കോണ്ടസ കാർ. ഈ ചന്ദ്രലേഖയിൽ പറയുന്ന പോലെ കോണ്ടസ ആയിരുന്നു. നല്ല നല്ല ലുക്കുള്ള അടിപൊളിയായിരുന്നു വണ്ടി. ആ തീമും നമ്മളുടെ ആ ഒരു മൊത്തത്തിൽ ആ ഒരു വൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇറ്റ് വാസ് റിയലി നൈസ്. അങ്ങനെ ഞങ്ങള് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് കോണ്ടസിൽ കയറി നമ്മൾ അങ്ങനെ പോവുകയാണ്. അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിട്ടോ. ഓഡിറ്റോറിയത്തിൽ എത്തി കഴിഞ്ഞിട്ട് എല്ലാവരും വെയിറ്റിംഗ് ആണ്. കാരണം നമ്മൾ ഇവന്റ് മാനേജ്മെന്റുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അങ്ങനെ എല്ലാവരും കുറെ ആൾക്കാർ എന്താണെന്ന് വെച്ചാൽ ഉള്ളിൽ ഓൾറെഡി സ്റ്റാർട്ടേഴ്സ് ഒക്കെ കഴിച്ചു തുടങ്ങി. അവരൊക്കെ മിസ് ചെയ്തു കുറച്ച് പേര്. പ്ലാൻ ചെയ്ത സമയത്തിനേക്കാളും കുറച്ച് അതെന്താ വെച്ചാ അവർക്ക് വേണ്ടിയിരുന്നേ. സോ നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഓഡിറ്റോറിയത്തിൽ ഒരു നമ്മളുടെ ആർച്ച് ഉണ്ടായിരുന്നു, ടണൽ ഉണ്ടായിരുന്നു, ഒരു LED ടണൽ ഉണ്ടായിരുന്നു. അപ്പൊ ആ ടണലിലേക്ക് നമ്മളുടെ കോണ്ടസ് കയറുന്നു. അവിടെ നമ്മള് രണ്ടുപേരും ഇറങ്ങുന്നു. പിന്നെ ഒരു എൻട്രി ആണ് ഇവര് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതിന് ഈ LED ലൈറ്റ്സ് ഒക്കെ ഒന്ന് കാണണമെങ്കിൽ ഒന്ന് ഇരുട്ടുണ്ട്. അപ്പൊ ആ ഒരു ഇരുട്ടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അപ്പൊ എല്ലാവരും എനിക്കാണെന്നുണ്ടെങ്കിൽ ലൈക്ക് യുനോ എല്ലാവരും കൂടെ പുറത്ത് നിൽക്കാണ് നമ്മള് കാറിൽ നിന്ന് ഇറങ്ങുമ്പോ. അപ്പൊ കുറച്ചൊരു നെർവസ്നെസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇറങ്ങി. നമ്മുടെ ചിഞ്ചു ഉണ്ടായിരുന്നു അല്ലെ കൂടെ, കസിൻ സിസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പൊ ചിഞ്ചു വന്നു, ഡോറൊക്കെ തുറന്നപ്പോ ഞാനാ ചെയ്യ സംഭവം കേറാൻ കുറച്ച് പാടായിരുന്നു ലഹങ്ക ഇട്ടിട്ട്. അത് കഴിഞ്ഞ് ഇറങ്ങാനും കുറച്ച് ബുദ്ധിമുട്ടി. അങ്ങനെ ഇറങ്ങി നിന്ന് കഴിഞ്ഞപ്പോ എല്ലാവരും വെയിറ്റിംഗ് ആണ്. പിന്നെ പെട്ടെന്ന് അവിടുന്ന് നമ്മള് കുറച്ചും കൂടി നീങ്ങിയപ്പോ അവര് പെട്ടെന്ന് മ്യൂസിക് ഒക്കെ മാറി. ഞാൻ എനിക്കിതിനെ പറ്റി ഒരു ക്ലൂ പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്കൊരു കുഞ്ഞ ക്ലൂ പോലും ആള് തന്നിട്ടുണ്ടായിരുന്നില്ല. വാട്ട് ഈസ് ഗോണ ഹാപ്പൻ. ഐ ജസ്റ്റ് ന്യൂ ദാറ്റ് ഓക്കെ നമ്മളുടെ തീമിനോടനുസരിച്ചിട്ട് ഹോൾ എങ്ങനെയാണെന്ന് ഐ ഡിഡ്ന്റ് ഹാവ് എ ക്ലൂ. ഈ LED നമ്മളുടെ സ്റ്റേജ് എങ്ങനെയാണെന്ന് അതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എവറിതിങ് വാസ് എ സർപ്രൈസ് ഫോർ മീ. ഇറ്റ് വാസ് ഭയങ്കര ഒരു അസ്റ്റോണിഷിങ് സർപ്രൈസ് എന്ന് പറയാം. അസ്റ്റോണിഷിങ് തന്നെയായിരുന്നു. ബിക്കോസ് നമ്മൾ അവിടെ ചെന്ന് നിന്നപ്പോ അവര് കുറെ ഭടന്മാരൊക്കെ വന്ന് നമ്മളെ പെട്ടെന്ന് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അങ്ങനെ അവരവിടെ നിന്ന് പല്ലക്ക് പോലെ അല്ല, പല്ലക്കല്ലായിരുന്നേ, രഥം. പല്ലക്കല്ല, പല്ലക്ക് ആക്ച്വലി നമ്മൾ ഇങ്ങനെ എടുത്ത് ഉള്ളിലിരിക്കുന്ന പല്ലക്ക്. ഇത് രഥമായിരുന്നു. രഥത്തിലേക്ക് കേറിയിരിക്കാൻ വന്നു. അങ്ങനെ നമ്മളൊരു സ്ഥലത്തേക്ക് പോവാനുണ്ടായത് ഒരു വേറൊരു ഏരിയയിലേക്ക്. അവിടെ ചെന്ന് നമ്മൾ ഈ രഥത്തില് നമ്മൾ രണ്ടുപേരെ അവര് എഴുത്തി അവിടെ ഇരുത്തി. അത് കഴിഞ്ഞ് പിന്നെ കേർട്ടനൊക്കെ ഇങ്ങനെ പൊന്തി വരില്ല, അതുപോലെ ഒരു ഷട്ടറൊക്കെ ഓപ്പൺ ആയി. Everyone was standing there. ഒരു ഓഡിയൻസ് ഒക്കെ ഞാനിത് എന്താ സിനിമയിലാണോ? ഭയങ്കര ആംബിയൻസ് ആയിരുന്നു. And I had goosebumps. I'm not even kidding. എനിക്ക് സ്മോക്ക് പാട്ട് ബാക്ക്ഗ്രൗണ്ട് മറ്റേ ബാഹുബലിയുടെ തീം അല്ലായിരുന്നേ അല്ലേ? അങ്ങനെ ഒരു അല്ല അത് എത്തിയിട്ടില്ല. സസ്പെൻസ്. അങ്ങനെ നമ്മള് ഇതിന് ബാഹുബലി ആ ഒരു
ഭയങ്കര അവരവിടെ എന്തൊക്കെയോ സംഭവങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഈ ഇതിൽ കാണുന്ന പോലെ ഇങ്ങനെ കുറച്ച് ഒരു സ്റ്റണ്ട് ഷോക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ രഥത്തിൽ ഇരിക്കുകയാണ്, എല്ലാവരും നമ്മളിങ്ങനെ നോക്കുകയാണ്, ഫോട്ടോസ് ഒക്കെ എല്ലാവരും എടുക്കുന്നുണ്ട്. അപ്പൊ ഐ വാസ് ലൈക്ക് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ശരിക്കും എനിക്ക് ഭയങ്കര ഒരു സർപ്രൈസ് ആയിരുന്നു. ക്യാമറ പിടിച്ചിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര നമ്മളൊരു സെലിബ്രിറ്റി മൊമെന്റ് ഒക്കെ പറയില്ല, അതുപോലെയായിരുന്നു. ഐ വാസ് ലൈക്ക് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ തിരി കുറച്ച് മുന്നിലേക്ക് പോയി. അപ്പൊ നമ്മള് രഥത്തിൽ അവരിങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ ചെന്ന് ഒരു സ്ഥലത്തെത്തിയപ്പോ ഈ ഓഡിറ്റോറിയത്തിന്റെ ഉള്ളിലേക്ക് പോകണം. ഇത് ഔട്ട്സൈഡ് ദ സ്റ്റേജ് ആയിരുന്നു, ഔട്ട്സൈഡ് ദ ഓഡിറ്റോറിയം ആയിരുന്നു ഈ സംഭവങ്ങൾ നടന്നത്. ഇനി ഉള്ളിലേക്ക് പോകണേലും പെട്ടെന്ന് ഇവര് പറഞ്ഞു, ഓക്കെ സാർ അങ്ങോട്ട് പോകണം, മാം ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. അപ്പൊ വിശാലിനെ കൊണ്ടുപോയി. അപ്പൊ ഞാൻ എന്താപ്പോ ഞാനോ വിശാലിനോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പൊ ഞാനപ്പോ അവിടെ തന്നെ നിക്കാട്ടോ. അപ്പൊ ഞാനവിടെ വിചാരിച്ച ഭയങ്കര വെയിറ്റ് ആയിരുന്നു. അപ്പൊ അത് പിടിച്ച് ഇങ്ങനെ നിക്കാണ്. അപ്പൊ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. എനിക്ക് എന്താ നടക്കാൻ പോണെന്ന് അറിയില്ല. പെട്ടെന്ന് മ്യൂസിക് ഒക്കെ മാറി, ഈ ഡാൻസേഴ്സ് ഒക്കെ വന്നു. പെട്ടെന്ന് മ്യൂസിക് ഇങ്ങനെ ഇപ്പോഴും പറയുമ്പോ എനിക്ക് പെട്ടെന്ന് ഇത് വരുന്നുണ്ട് കേട്ടോ. ബിക്കോസ് ഇറ്റ് വാസ് എന്താ നമ്മളിങ്ങനെ ചിലതൊക്കെ നമ്മളിങ്ങനെ മനസ്സിൽ വിചാരിക്കണ പോലെ ചിലപ്പോഴൊക്കെ ചില സംഭവങ്ങളൊക്കെ നടക്കും എന്നൊക്കെ പറയില്ലേ, അതുപോലെയായിരുന്നു. ഇപ്പൊ ഗൂമർ എന്ന് പറഞ്ഞിട്ട് പത്മാവത് സിനിമയിലെ ഗൂമർ എന്ന് പറഞ്ഞ സോങ് നമ്മുടെ ദീപിക പദുക്കോൺ നമുക്ക് അറിയാം. ആ ഒരു സോങ്ങിൽ ഇങ്ങനെയാ വരുന്നത്. അത് ആദ്യമായിട്ട് കണ്ടവരോ അല്ലെങ്കിൽ കുറെ വട്ടം കണ്ടവർക്കൊക്കെ പെൺകുട്ടികൾക്ക് ആ ഒരു അത് നമുക്ക് ഭയങ്കരമായിട്ടൊരു വൈബും ആ ഒരു ഭയങ്കര ഒരു രസമുള്ള ഒരു സോങ് ആണ്. അപ്പൊ ആ ഒരു സോങ്ങിന് ഞാൻ എന്റെ കോളേജില് ഗ്ലോബലിലേക്ക് ഡാൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ പത്മാവതി ആയിരുന്നില്ല അന്ന്, ഞാൻ വൺ ഓഫ് ദ ഡാൻസേഴ്സ് ആയിരുന്നു. അപ്പൊ അന്ന് ഞാൻ ഈ സോങ് കളിക്കുമ്പോൾ ഞാൻ എന്റെ കസിൻ സിസ്റ്ററോട് ചേച്ചിയോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ സോങ് എന്തായാലും ചേച്ചിയുടെ കല്യാണത്തിന് കളിക്കണം, എന്നിട്ട് നമുക്കിങ്ങനെ ഒരു എൻട്രി ഒക്കെ നടത്തണം കേട്ടോ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് അന്ന് അവിടെ തലേദിവസം എത്താൻ പറ്റി. പക്ഷെ തലേദിവസത്തെ ഡാൻസ് പരിപാടിക്കൊന്നും എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അന്ന് അത് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. പക്ഷെ ഇത് ആഫ്റ്റർ എൻ ഇയർ 2018 ആ സംഭവം ഞാൻ പറഞ്ഞതിന് ശേഷം 2019 ഈ ഓഗസ്റ്റ് 19 ഞാനിങ്ങനെ നിക്കാണ്. ഞാൻ പെട്ടെന്ന് ഡാൻസേഴ്സ് ഒക്കെ എന്റെ മുന്നിൽ വന്ന് ഈ മ്യൂസിക് പ്ലേ ചെയ്ത് തുടങ്ങി, ഈ സോങ് തുടങ്ങി. എനിക്കിപ്പോഴും ഐ സ്റ്റിൽ റിമെമ്പർ ആൻഡ് ഓൾ താങ്ക്സ് ടു ദിസ് പേഴ്സൺ ബിക്കോസ് ഐ വാസ് ലൈക്ക് എനിക്ക് പെട്ടെന്ന് നമുക്കൊരു ഐ ഡോണ്ട് നോ അതെന്താ മൊമെന്റ് എനിക്ക് പറയാൻ പറ്റില്ല. ഒരു ഭയങ്കര പ്രഷ്യസ് മൊമെന്റ് ആണ് വിച്ച് ഐ ഫോർ എവർ റിമെമ്പർ. അങ്ങനെ അതിൽ മ്യൂസിക് വന്നു ആൻഡ് ഐ ആക്ച്വലി ഫെൽറ്റ് ലൈക്ക് ഒരു ക്വീൻ, ഒരു ഫെയറി ടെയിൽ മൊമെന്റ് തന്നെ പറയാം. എക്സാക്ട്ലി ഒരു ഫെയറി ടെയിൽ മൊമെന്റ് തന്നെയായിരുന്നു. അങ്ങനെ അവിടുന്ന് ഈ മ്യൂസിക്കിന് ഇങ്ങനെ അവരെന്നെ ഡാൻസ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞ എന്നെ ഇങ്ങനെ ആനയിച്ചുകൊണ്ട് പോയിരുന്നു. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഉള്ളില് ഫുള്ള് നമ്മുടെ ബാക്കിയുള്ള എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട്. ആൻഡ് അവിടെ നമ്മുടെ MC ആയിട്ട് മാളും ഉണ്ടായിരുന്നു, വിശാന്ത് കസിൻ. ഓഡിറ്റോറിയത്തിന്റെ ഉള്ളിലേക്ക് പോകുന്നു, ഇവര് ഡാൻസ് ചെയ്യുന്നു, ഫോട്ടോ, സോ മെനി തിങ്സ്. അവിടെ ലൈറ്റ്സ്, ഫയർ, മറ്റേ നമ്മുടെ ഇതൊക്കെ അതല്ലാതെ ഫയർ വർക്ക്സ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇൻഡോർ ഫയർ വർക്ക്സ് അല്ലേ, ആ സംഭവം എന്തായിരുന്നു അതൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഹി വാസ് വെയിറ്റിംഗ് ഓൺ ദ സ്റ്റേജ്. ആൻഡ് അങ്ങനെ ഞാൻ എൻ്റർ ചെയ്തു. അങ്ങനെയൊക്കെ സ്റ്റേജിന്റെ അവിടെ എത്തിയപ്പോ എന്നെ കൈപിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോകും. ഓ മൈ ഗോഡ്, I'll never get over that moment. അത്രയും പ്രഷ്യസ് മൊമെന്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് എന്റെ കണ്ണിലൊക്കെ തിളങ്ങിണ്ടായിരുന്നു. ഇപ്പൊ അമ്മയും അച്ഛനും ഇപ്പൊ ആന്റിയും മാവനും അത് പറഞ്ഞപ്പോഴാണ് ആന്റി ഇതിനെ പറ്റിയിട്ട് എന്താ പറയാൻ പോണേന്ന് നമുക്ക് കേൾക്കാം. ഹലോ, എല്ലാവർക്കും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും വെഡിങ് ഡേ ഫങ്ഷൻസ് ഒക്കെ കണ്ട് റിസപ്ഷൻ ഫങ്ഷൻസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാന്നറിയാം. അപ്പോൾ നമ്മൾ ഇന്ന് അമ്മ പറഞ്ഞ പോലെ കോട്ടയം റിസപ്ഷനെ പറ്റിയിട്ടാണ് നമ്മളിവിടെ പറയുന്നത്. ആക്ച്വലി നമ്മൾ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം ഉച്ചയ്ക്കാണ് തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങുന്നത്. നമ്മൾ 2 ബസ്സിൽ റിലേറ്റീവ്സും ഫ്രണ്ട്സും എല്ലാവരുമായിട്ട് നമ്മൾ മമ്മൂട്ടിനും വിശാലിനും കാണാൻ പോവാണ്. സോ ഒരു ദിവസം കഴിഞ്ഞ് ഇപ്പോൾ കാണുന്നതിൻ്റെ ആ ഒരു മിസ്സിങ് ചേച്ചിക്കും ചേട്ടനും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പിന്നെ ഫങ്ഷൻ എങ്ങനെയായിരിക്കും എന്നുള്ള അറിയാനുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റും എല്ലാം ഉണ്ടായിരുന്നു. കാരണം
ഡേ 1 മുതൽ അമ്മൂട്ടിയുടെ കല്യാണത്തിൻ്റെ പ്രിപ്പറേഷൻസിൽ നമുക്ക് ഓരോ ഫംഗ്ഷൻ എങ്ങനെയാണെന്ന്, എന്തായിരിക്കും തീം, എങ്ങനെയായിരിക്കും സ്റ്റേജ് എന്നൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഇത് മാത്രം നമുക്ക് അറിയില്ലല്ലോ. വിശാഖിൻ്റെ സൈഡിൽ വിശാഖ് പ്ലാൻ ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണല്ലോ. സോ നമ്മുടെ തീം നോർത്ത് ഇന്ത്യൻ വെഡ്ഡിങ് തീമായിരുന്നു. സോ എല്ലാവരും നോർത്ത് ഇന്ത്യൻ അറ്റയറൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് അമ്മൂനും വിശാഖിനെയും കാണാൻ പോവാണ്. നമ്മളൊരു ട്രാവൽ ചെയ്ത് അവിടെ ഒരു 5:30 ഒക്കെ ആയപ്പോഴേക്കും, അത് കഴിഞ്ഞ് 6 o'clock ഒക്കെ ആയപ്പോഴേക്കും വിശാഖും അമ്മൂട്ടിയും വന്നു. സോ നമ്മളവിടെ റിസപ്ഷൻ്റെ അവിടെ ഫങ്ഷൻസ് ഈവൻ പ്ലേസിലെത്തിയപ്പോൾ തന്നെ നമുക്ക് ആ ഒരു എൻട്രിയിൽ ഒരു ലൈറ്റ് സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ആ ഒരു ഫീല് കിട്ടി നോർത്ത് ഇന്ത്യൻ വെഡ്ഡിങ്ങിൻ്റെ. പിന്നെ നമ്മൾ അവിടെ തന്നെ വെയിറ്റ് ചെയ്തു. ഉള്ളിൽ കയറുമ്പോൾ നമ്മൾ വിശാഖിൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞറിഞ്ഞു, നിങ്ങൾ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യും, കാരണം നിങ്ങൾക്ക് നല്ലൊരു സർപ്രൈസിങ് എലമെൻ്റ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അവിടെ തന്നെ നിന്നു. അപ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്, എന്തായിരിക്കും ഒരു ഐഡിയയും ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദാ വരുന്നു നമ്മുടെ ബ്രൈഡ് ആൻഡ് ഗ്രൂം. മേക്ക് ഓവറിലൊക്കെ രണ്ടുപേരും അടിപൊളിയായിട്ട് പക്കാ നോർത്ത് ഇന്ത്യൻ ആക്സസറീസും കൂടി ആയപ്പോൾ ഇറ്റ് വാസ് ലൈക്ക് വാവ് ആയിരുന്നു എലമെൻറ്റ്. അതിനുശേഷം അവർ വന്നിറങ്ങുന്നു. അപ്പോൾ തന്നെ അവർ വേറൊരു സൈഡിൽ കൂടെ അടുത്തൊരു റൂമിലോട്ട് മാറിപ്പോയി. അപ്പോൾ നമ്മൾ വിളിച്ചു, എന്താ അത്, എന്താ ഒന്ന് ശരിക്കും കാണുമ്പോഴേക്കും ഇങ്ങനെ അവർ ആ റൂമിലോട്ട് പോയല്ലോ. From the event is starting with each surprising elements one after another. So അത് കഴിഞ്ഞ് അവർക്ക് കൊടുത്ത എൻട്രി വാസ് ബാഹുബലി ടീമിൽ ഒരു എൻട്രി ആയിരുന്നു. വിളംബരമൊക്കെ ചെയ്ത് രാജാവിനെയും രാജ്ഞിനെയും കൊണ്ടുവരുന്ന പോലെ വിത്ത് ഫുൾ ഭടന്മാരും നർത്തകിമാരും എല്ലാം കൂടെ ആ ഒരു ഫുൾ സെറ്റപ്പിലായിരുന്നു. നല്ല രസമായിരുന്നു. ഡാൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ അവരെ എൻട്രി വരുന്നത് ഒരു നെക്സ്റ്റ് ആ രഥത്തിലൊക്കെ വന്ന് അവിടെ ഡോറിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ വിശാഖും അമ്മൂട്ടിയും താഴേക്ക് ഇറങ്ങുന്നു രഥത്തിൽ നിന്ന്. അത് കഴിഞ്ഞ് വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് വിശാഖിനെ കാണാനില്ല, അമ്മ മാത്രമേ നിൽക്കുന്നുള്ളൂ. അപ്പോൾ അമ്മൂനോട് അവർ പറയുന്നുണ്ട് ഉള്ളിൽ കയറുന്നു. പക്ഷേ ദിവസം ഒരു ഹിഡൻ ആയിട്ട് അവർ കുറച്ചൊരു കർട്ടനൊക്കെ വെച്ചിട്ട് ഹിഡൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മ അതിൻ്റെ ഉള്ളിൽ കയറി. പിന്നെ നമുക്കൊന്നും കാണില്ല. അമ്മു വരുന്ന എൻട്രി കാണാനായിട്ട് നമ്മൾ വേഗം സൈഡ് ഡോറിൽ കൂടെ കയറിപ്പോയി നിന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പാട്ട് വരുന്നു. പാട്ട് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സോങ്ങാണ്. ഗൂമർ സോങ് ആയിരുന്നു പത്മാവത്തിലെ. സോ ഇറ്റ് വാസ് വെരി ക്ലോസ് ടു അസ്. അമ്മൂനും എനിക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സോങ്ങാണ്. അതിന് ഡാൻസ് കളിക്കണം എന്നൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ വി കുഡൻറ്റ് മേക്ക് ഇറ്റ് ഓൺ ദ ഹൽദി ഡേയ്സ്. സോ നമ്മൾ ആ ഒരു പാട്ട് കേട്ടപ്പോൾ ഓക്കെ, നമ്മൾ വിചാരിച്ചത് പറ്റില്ല. പക്ഷെ ഇപ്പോൾ ആ ഒരു സോങ് കറക്റ്റായിട്ട് വെഡ്ഡിങ് ഡേയുടെ ഒരു ഫങ്ഷനിൽ തന്നെ വന്നു. ആ ഒരു ഇതിൽ അമ്മു ആ ഒരു ഫയർ വർക്ക്സിൻ്റെ ഇടയിലൂടെയൊക്കെ ആ റെഡ് കളർ ഹെങ്കായിൽ നടന്ന് വരുന്നത് കാണുമ്പോൾ ഇറ്റ് വാസ് ലൈക്ക് ഓ മൈ ഗോഡ്, ഐ വാസ് താങ്കിങ് ഗോഡ്. ലൈക്ക് നമ്മൾ എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു അത്. ഒരു എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവല്ലോ, മക്കൾ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ ആ ഒരു ഫുൾ രാജ്ഞിയെ പോലെയൊക്കെയുള്ള ആ ഒരു എൻട്രി. എല്ലാവരും വിശാഖിൻ്റെ ഫാമിലി റിലേറ്റീവ്സ് നമ്മളെല്ലാവരും അമ്മൂനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അമ്മ ഇങ്ങനെ നടന്നു വരുന്നു. ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് മൊമെൻ്റ് ആണ് അത്. ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായി. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. സ്റ്റേജിൽ കയറിയപ്പോൾ തന്നെ ഞാൻ വിശാഖിനോട് ഒരുപാട് താങ്ക്സ് പറഞ്ഞു. കാരണം ആ ഒരു മൊമെൻറ്റ് ഞങ്ങൾക്ക് റിയലി ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഗിഫ്റ്റ് ടു അസ്. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ഞാൻ അമ്മൂൻ്റെ അടുത്ത് പറയും, അടിപൊളിയായിരുന്നു, ശരിക്കും വിശാഖ് നമ്മളെ ഞെട്ടിച്ചു, സ്കോർ മുഴുവൻ കൊണ്ടുപോയി എന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയും. അമ്മൂൻ്റെ ആ എൻട്രി
കഴിഞ്ഞ് പിന്നെ കേക്ക് കട്ടിങ്, ഫോട്ടോഷൂട്ട്സ്, ദെൻ DJ ഉണ്ടായിരുന്നു, വാട്ടർ ഡ്രംസ് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് റിയലി ഫൺ മൊമെൻറ്റ്. എല്ലാവർക്കും ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫങ്ഷനായിരുന്നു. നമ്മൾ പക്ഷെ നേരത്തെ ഇറങ്ങി, കാരണം നമുക്ക് തിരിച്ച് തൃശ്ശൂർ എത്തണം. സോ നമ്മൾ 1 hour 2 hour മാക്സിമം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി. പക്ഷെ ഐ തിങ്ക് ഇറ്റ് വാസ് എ ലോങ് നൈറ്റ് പ്രോഗ്രാം. എന്തായാലും ഫങ്ഷനൊക്കെ അടിപൊളിയായി ആഘോഷിച്ചു. അപ്പോൾ നിങ്ങളെല്ലാവരും ഫോട്ടോസ് കാണുക, വീഡിയോസ് കാണുക, ദെൻ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ. അപ്പോൾ എല്ലാവരും വീണ്ടും പിന്നൊരിക്കൽ ഇതുപോലെ എപ്പോഴെങ്കിലും ഒരു വീഡിയോയിലൊക്കെ കാണാം. എല്ലാവരും സേഫായിട്ടിരിക്കുക. ബൈ. അപ്പൊ നിങ്ങൾ ആന്റി പറയണ എന്റെ ദിവ്യാന്റി പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടല്ലോ. അപ്പൊ ഇങ്ങനെയായിരുന്നു സംഭവങ്ങളൊക്കെ. അങ്ങനെ നമ്മള് എല്ലാവരും നമ്മുടെ റിലേറ്റീവ്സ് എല്ലാവരും വന്നു. സ്റ്റേജിൽ നമ്മൾ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു. കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് നമ്മള് പിന്നെ അവിടെ ഇരുന്നു. പിന്നെ അതിന്റെ ഇടയിൽ ഡാൻസ് നടക്കുന്നുണ്ട്, ഫോട്ടോഗ്രാഫി സംഭവങ്ങളൊക്കെ, ഫോട്ടോ സെഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. ഗസ്റ്റ് കുറെ പേര്, കുറെ എന്താ പറയാ പൊളിറ്റീഷ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ പുള്ളി അങ്ങനെ കുറെ ആൾക്കാര്, പിന്നെ നമ്മുടെ ഫാമിലിയില് കൊച്ചന്മാരുടെയൊക്കെ ഫ്രണ്ട്സ് ആയിട്ട് കുറെ ആൾക്കാരുണ്ട്, പൊളിറ്റീഷ്യൻസ്. അവരെല്ലാരും വന്നു. ചേട്ടന്റെ ഫ്രണ്ട്സ് കുറെ പേര് വന്നു, എന്റെ ഫ്രണ്ട്സ് കുറെ പേര് വന്നു. സഞ്ജയ് ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. സഞ്ജയ് ബ്രോ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. സഞ്ജയ്, ബാക്കിയുള്ളവർക്കൊന്നും വരാൻ പറ്റിയില്ല. അരവിന്ദ്, നമ്മുടെ ശ്രീകുമാർ, വിശ്വം, ഉദയൻ, അവർക്കൊന്നും വരാൻ പറ്റിയിട്ടില്ല. ഷിജുവിന് വരാൻ പറ്റിയിട്ടില്ല. രജീഷ് ഉണ്ടായിരുന്നു, ലക്ഷ്മി ഉണ്ടായിരുന്നു. എല്ലാരും പല പല കൺട്രീസിലാണ് ഇരിക്കുന്നത്. അപ്പൊ അവർക്കൊന്നും വരാൻ പറ്റില്ല. സഞ്ജയ് ബ്രോ ഉണ്ടായിരുന്നു കേട്ടോ. ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. കല്യാണത്തിനും ഉണ്ടായിരുന്നു, കല്യാണത്തിന് കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. പുള്ളി അപ്പം എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു, എല്ലാ പരിപാടിക്കും. അപ്പം പിന്നെ സന്ദീപ് സാറ് എന്റെ ഒരു മെന്ററാണ്. പുള്ളി നമ്മുടെ IELTS പഠിപ്പിക്കാനായിട്ട് ഉണ്ടായിരുന്ന സാറാണ് പുള്ളി. പുള്ളിയുടെ വൈഫും മകൻ മകൻ വന്നിട്ടില്ലായിരുന്നു തോന്നുന്നു. ഇവര് രണ്ടുപേരും വന്നിട്ടുണ്ടായിരുന്നു. വിവേകാനന്ദ തീർച്ചയായിട്ടും. അതുപോലെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് പുള്ളിയുടെ. UK യിലുണ്ട് ഇപ്പം, കെന്റിൽ വർക്ക് ചെയ്യുന്നു. അപ്പം പുള്ളി ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ജെയ്സും പിന്നെ ദർശനിലുണ്ടായിരുന്നു. നമ്മുടെ അനീഷ്, തൃശ്ശൂർ നിന്നുള്ള അനീഷും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ +2 പഠിച്ച കുറെ പേരുണ്ടായിരുന്നു. +2 ഉണ്ടായിരുന്നു. പിന്നെ കോണ്ടാക്ട് ഉള്ള ഉണ്ണികൃഷ്ണൻ, രാഹുല്, വിവേക്, സിംഗർ ആയിട്ടുള്ള വിവേക്, അങ്ങനെ ഒത്തിരി പേരുണ്ടായിരുന്നു. കുറെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും വന്നു. നമ്മുടെ അവിടെ നിന്നും നമ്മുടെ എന്റെ കസിൻസും എല്ലാവർക്കും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറെ ആൾക്കാരൊക്കെ മിസ്സിങ് ആയിരുന്നു. ഈവൻ ദോ എന്റെ കസിൻസും എന്റെ ഫാമിലിക്ക് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മള് എന്താ പറയാ, ഫോട്ടോ സെഷൻസ് ഒക്കെ കഴിഞ്ഞു. അതിന്റെ ഇടയില് പിന്നെ വാട്ടർ ഡ്രംസിന്റെ തുടങ്ങി. അപ്പൊ അതിന്റെ ഇടയിൽ ഫുഡ് പളയെ സെർവ് ചെയ്യണ്ടായിരുന്നല്ലോ. ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ് ഒക്കെ അതിന്റെ ഇടയിൽ നടക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം സൈഡിൽ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ വാട്ടർ ഡ്രംസ് വാസ് സംതിങ് ന്യൂ ഫോർ സോ മെനി പീപ്പിൾ. കണ്ടിട്ടുണ്ടാവും ഇപ്പൊ കുറെ സ്ഥലത്തുണ്ടെന്ന് തോന്നുന്നു അല്ലെ. ബട്ട് ദെൻ കഴിഞ്ഞ കൊല്ലം അത് അത്ര കോമൺ ഒരു ട്രെൻഡിങ് അറിയാവുന്ന ആൾക്കാർ മാത്രമേ ഇത് വിളിക്കുന്നുള്ളൂ. ഇറ്റ് വാസ് റിയലി നൈസ് ആയിട്ട്. ഭയങ്കര എന്റർടൈനിങ് ആയിരുന്നു. അതായത് വാട്ടർ ഡ്രംസ് എന്ന് പറയുമ്പോൾ ആ ലൈറ്റ് മൂവ്മെന്റും അതേപോലെ ആ സൗണ്ടും ആ ഒരു DJയും എല്ലാതും കൂടെ ആയിട്ട് ഭയങ്കര ഒരു രസം തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇത് പോയിട്ട് ഞങ്ങളോട് ചെയ്യാൻ വേണ്ടിട്ട്. അങ്ങനെ ഞങ്ങള് രണ്ടുപേരും ചെന്നപ്പോ ആൾക്കാരെല്ലാം കൂടി നമ്മള് പിന്നെ ഭയങ്കര കോൺസേർട്ട് ഫീലിംഗ് ആയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഇത് ഭയങ്കര എന്താ ചെയ്തത് നമുക്ക് പോലും അറിയാം. അങ്ങനെ ചെയ്തു. അച്ഛനമ്മയാളെ ജോയിൻ ചെയ്തു. ഞങ്ങൾ ഇവിടെ നിന്ന് കൊട്ടുന്നു. ആൾക്കാരെല്ലാരും ഭയങ്കര ഡാൻസ് ആയിരുന്നു. ഇറ്റ് വാസ് സോ നൈസ്. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇറ്റ് വാസ് ഭയങ്കര എന്റർടൈനിങ്.
I mean, the thing is that എല്ലാവരും ഇങ്ങനെ ഇരുന്ന് കാണായിരുന്നില്ലേ. Everyone was enjoying. I mean, everyone was either അങ്ങനെ ഒരു ഫുഡിന്റെ സംഭവങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ ഒരു സംഭവം എക്സ്പ്ലോർ ചെയ്യുന്നു, അല്ലെങ്കിൽ സംതിങ് they were entertained. മോഡലായിരുന്നു ഒത്തിരി കാര്യങ്ങൾ. ഹോളില് പുറത്ത് ഇഷ്ടംപോലെ ഡെക്കറേഷൻ വെച്ചിട്ടുണ്ടായിരുന്നു, അകത്ത് ഡെക്കറേഷൻ ഉണ്ടായിരുന്നു, ഫ്രൂട്ട് കാർവിംഗ് അതുപോലെ. പിന്നെ ഫോട്ടോസ്, അവർക്കും ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ സ്പേസ് ഉണ്ടായിരുന്നു. മോഡലായിരുന്നു കേട്ടോ, ഓരോന്നാരും പറഞ്ഞു. എല്ലാവരും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള അഭിപ്രായമായിരുന്നു. പിന്നെ ഡാൻസ്, അതിന്റെ ഇടയിൽ കുറെ സിനിമാറ്റിക് ഡാൻസ് ഉണ്ടായിരുന്നു. സൂഫി വാസ് വൺ ഓഫ് ദ ഹൈലൈറ്റ്സ്. സൂഫി ഡാൻസ് അവരെല്ലാവരും ഹോൾ ക്രൂ നല്ലൊരു നല്ലോണം എന്താ പറയാ, നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു എല്ലാവരും കേട്ടോ. ദേ ഓൾ വർ വെരി വെരി നൈസ്. അങ്ങനെ നമ്മളുടെ അന്നത്തെ ആ ഒരു ഹോൾ തിങ് പിന്നെ തീർന്ന വെളുപ്പിന് കൊറേ നേരം കഴിഞ്ഞു, ആവാറായി, മിഡ്നൈറ്റ് ആയി. പിന്നെ അവിടുന്ന് തൃശ്ശൂർക്ക് എന്റെ റിലേറ്റീവ്സ് എല്ലാരും കുറച്ച് കഴിഞ്ഞപ്പോ മിഡ്നൈറ്റിന് മുന്നേ പോകേണ്ടി വന്നു. പിന്നെ കാരണം അവർക്കെല്ലാം ഇറ്റ് വാസ് എ വർക്കിംഗ് ഡേ ആസ് വെൽ. അത് കഴിഞ്ഞ് 4 hours അങ്ങോട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവർക്ക് എല്ലാവർക്കും വീട്ടിൽ അങ്ങനെയല്ലേ. അപ്പോ അവരെല്ലാരും അങ്ങോട്ട് പോയി. അഗൈൻ അവരൊക്കെ പോകേണ്ടത് അടിച്ചു പൊളിച്ച വീഡിയോസ് ഒക്കെ എന്നെ കാണിച്ചു. അത് കഴിഞ്ഞു ഞങ്ങളപ്പോ അതെല്ലാം കഴിഞ്ഞ് ഫോട്ടോ സെഷൻ ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും മൈ ഗോഡ് ഭയങ്കര ടയർഡ് ആയിരുന്നു. ഹെവി ഡ്രസ്സും പിന്നെ മൊത്തത്തില് നമ്മള് തലേ ദിവസം ഫുള്ള് നിന്ന് ഫോട്ടോ എടുക്കലും ഒക്കെ ആയിരുന്നു. പിറ്റേ ദിവസം നല്ലായിരുന്നു. അങ്ങനെ നല്ലൊരു ശരിക്ക് ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഇതായിരുന്നു കേട്ടോ. ശരിക്കും എനിക്ക് അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ നാറ്റി പറഞ്ഞു, ബട്ട് ദെൻ അഗെയിൻ താങ്ക് യു ഫോർ മേക്കിംഗ് ഇറ്റ് സച്ച് എ സ്പ്ലെൻഡിഡ്. കാരണം ഞാൻ ആക്ച്വലി ഞാൻ പറഞ്ഞില്ല, ആ എൻട്രി വാസ് സംതിങ് എനിക്കിപ്പോഴും കിട്ടില്ല. ഞാൻ ഇപ്പൊ വീട്ടില് താലികെട്ടിന്റെ അന്ന് ഐ മീൻ നമ്മുടെ ഓഡിറ്റോറിയത്തില് എൻട്രി എന്ന് പറയുമ്പോ നമ്മൾ തൃശ്ശൂര് വെഡിങ്ങിന് എൻട്രി നമ്മള് ഇവന്റ് മാനേജ്മെന്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അവര് എന്റെ അടുത്ത് മറ്റേ നമ്മുടെ ദേവദൂതനിലെ മ്യൂസിക്കിനാണ് ഞാൻ എന്റെ അടുത്തേക്ക് മാത്രം സ്പോട്ട് ലൈറ്റ് വെച്ചിട്ട് എൻട്രി ഉണ്ടായിരുന്നത്. സോ ഐ ന്യൂ ദാറ്റ് എൻട്രി. അപ്പൊ ഇവളുടെ ആ ഒരു എൻട്രിക്ക് തന്നെ ഞാൻ ഇങ്ങനെ ഭയങ്കര ഒരു ഇങ്ങനെ താലൊക്കെ പിടിച്ച് ഭയങ്കര ഒരു അടിപൊളിയായിട്ടൊക്കെ ഇങ്ങനെ ഒരു എന്താ പറയാ സന്തോഷമായിട്ട് ഇങ്ങനെ പോയായിരുന്നു. അച്ഛനമ്മ ഇപ്പുറത്ത്, ഞാൻ താലം പിടിച്ച് പോയിരുന്നു, വിശാൽ സ്റ്റേജിലിരിക്കുന്നു, അങ്ങനെ ഞാൻ മാത്രം സ്പോട്ട് ലൈറ്റിൽ, അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു അന്ന്. അത് പക്ഷെ എനിക്ക് അറിയായിരുന്നു. ബട്ട് ഈവൻ ദോ ഐ ഡിഡ്ന്റ് നോ ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി, ഐ ന്യൂ ദിസ് വാസ് ഗോയിങ് ടു ഹാപ്പൻ. ഇത് എന്ന് പറഞ്ഞ് എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പൊ അന്ന് ആ ഒരു സമയത്ത് എന്റെ എക്സ്പ്രഷൻസ് എങ്ങനെയായിരുന്നു, അതായത് ഐ റിയലി ഡോണ്ട് നോ ഹൗ ഐ വാസ്. ഇറ്റ് വാസ് ഭയങ്കര രസമായിരുന്നു. അങ്ങനെ നമ്മളുടെ അന്നത്തെ ആ ഒരു ദിവസം എനിക്ക് മേക്കപ്പും ഡ്രസ്സൊന്നും ആക്ച്വലി ഈവൻ ദോ ഐ വാസ് സോ ടയർഡ് ഐ റിയലി ഡിഡ്ന്റ് വാണ്ട് ടു റിമൂവ്. എനിക്ക് ശരിക്കും അതൊക്കെ ഇട്ടിട്ട് തന്നെ എന്താ പറയാ കുറച്ച് ദിവസം ഇരിക്കാൻ പറ്റിയിരുന്നെന്ന് വിചാരിച്ച, കാരണം അത്രയും ഇഷ്ടമായിരുന്നു. അങ്ങനെ ഷൈൻ്റെ ആയാലും നല്ല ഞങ്ങളുടെ ഈ ഫോട്ടോസൊക്കെ നിങ്ങൾ കാണുന്നതൊക്കെ കണ്ടൊക്കെ നല്ല കപ്പിൾ. എനിക്ക് ഭയങ്കര എന്റെ ത്രൂ ഔട്ട് എല്ലാ ഡ്രസ്സും എനിക്ക് വെഡിങ്ങിന്റെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇതിനോടൊരു കുറച്ച് കൂടുതൽ ഇഷ്ടമുണ്ട് എന്ന് തന്നെ പറയാം. അങ്ങനെ നമ്മളുടെ അന്നത്തെ ഒരു ദിവസം ഈ നൈറ്റ് ആയിട്ട് സ്പ്ലെൻഡഡ് ആയിട്ട് തന്നെ കഴിഞ്ഞു. ഇറ്റ് ഓൾ വെന്റ് വെൽ. എല്ലാവരും ഹാപ്പി ആയിരുന്നു. ആൻഡ് എല്ലാരും ഇപ്പോഴും എവ്രി വൺ അത് കഴിഞ്ഞിട്ട് കൊറേ നമുക്ക് നല്ല ഫീഡ്ബാക്ക് കിട്ടി. അത് കഴിഞ്ഞ് എപ്പോഴെപ്പോഴും പറയും ആൾക്കാര്. അപ്പൊ അത് ആക്ച്വലി നല്ല ഒരു ഇതാണല്ലേ. ഇപ്പോഴും ഇപ്പൊ ഈ വെഡിങ് സീരീസ് തുടങ്ങിയപ്പോ തൊട്ട് തന്നെ ഐ ഹാവ് ടു താങ്ക് എല്ലാവരും എടുത്തോട്ടോ. ബിക്കോസ് കഴിഞ്ഞ കൊല്ലായിരുന്നു ഇത്. 1 year back this happened and still everyone remembers and everyone say that അമ്മു അല്ലെ വിശാലിനെ എടുത്തായിരുന്നു നിങ്ങളുടെ കല്യാണത്തിന്റെ ഈ ഇവന്റ്സ് എല്ലാം ഇപ്പൊ വീണ്ടും റീകളക്ട് ചെയ്യുമ്പോൾ വി സ്റ്റിൽ റിമെമ്പർ എവറിത്തിങ് സോ ക്ലിയർലി. അപ്പൊ അത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. ഇതിപ്പോ ഞാനിങ്ങനെ ഡോക്യുമെന്റ് ചെയ്യണ ഈ വ്ളോഗ്സ് എല്ലാതും ഈവൻ ആഫ്റ്റർ ഇയേഴ്സ് വെൻ ഐ വാച്ച് ഐ തിങ്ക് വെൻ വി വാച്ച് we gonna see അല്ലേ ഫോട്ടോ ഒന്നും ഒരു നെഗറ്റീവ് ആയിട്ട് വന്നില്ല. എല്ലാ ഫോട്ടും വെറും പോസിറ്റീവ് അല്ല, ഡബിൾ പോസിറ്റീവ് ട്രിപ്പിൾ പോസിറ്റീവ് എന്ന് പറയാം. അമ്മാതിരി സക്സസ്ഫുൾ ആയിരുന്നു. അതിന് ഒത്തിരി അങ്ങനെയാണ് നമ്മളുടെ ഒരു കോട്ടയം റിസപ്ഷൻ, സ്പ്ലെൻഡിഡ് കോട്ടയം റിസപ്ഷൻ ഗോട്ട് ഓവർ. കളർഫുൾ ആയിരുന്നു, ലിറ്ററലി നല്ല കളർഫുൾ ആയിരുന്നു. ആൻഡ് എല്ലാവരും നല്ലതായിട്ട് തന്നെ അടിച്ചു പൊളിച്ചു. ആൻഡ്
ഇപ്പൊ ഇനിയിപ്പോ ഞാൻ ഇതിന്റെ എൻഡില് ആ ഒരു ഹൈലൈറ്റ്സ് എന്തായാലും ആഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഫോട്ടോസും. അങ്ങനെ നമ്മുടെ കോട്ടയം റിസപ്ഷനും കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ മെമ്മറീസ് എല്ലാം അടിപൊളിയായിരുന്നു എന്ന് തന്നെ പറയണം. അപ്പൊ ഇനി നമ്മള് അത് കഴിഞ്ഞിട്ടുണ്ടായ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആസ് യൂഷ്വൽ നമ്മൾ അന്ന് തിരിച്ചു വീട്ടിൽ പോയി. പിന്നെ 2-3 ദിവസത്തിന് ശേഷമാണ് നമ്മള് തൃശ്ശൂർക്ക് പോകുന്നത്. അങ്ങനെ അതായിരുന്നു ഇന്നത്തെ വ്ലോഗ്. അപ്പൊ എല്ലാവരും ഇതുവരെയും സപ്പോർട്ട് ചെയ്യണതിന് ഭയങ്കര താങ്ക് യു. ആൻഡ് ഇനിയും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തവര് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണുണ്ടോ. അപ്പൊ ഇനി എന്തായാലും നമ്മുടെ നെക്സ്റ്റ് എപ്പിസോഡ് അഥവാ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ലാസ്റ്റ് ചാപ്റ്റർ ആണ് വരാൻ പോകുന്നത്. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ് ആൻഡ് സ്റ്റേ സേഫ് ആൻഡ് ടേക്ക് കെയർ. അപ്പൊ എല്ലാവരും അടുത്ത വ്ലോഗ് വേഗമായിട്ട് കാണാം. അതുവരയ്ക്കും എല്ലാവരും അത് ഞാൻ വീണ്ടും പറഞ്ഞു. ഓക്കെ, അപ്പൊ എന്തായാലും 2-3 വട്ടമായി ബൈ പറയണേ. ഞങ്ങള് പോവാണ്. ഓക്കെ, അപ്പൊ ബൈ.